2024 ഫെബ്രുവരി മലയാള സിനിമാ ലോകത്ത് ഒരു പ്രത്യേക ഉണർവ് തന്നെ നൽകിയിരിക്കുന്നു. തുടർച്ചയായി ഇറങ്ങിയ സിനിമകൾ ഹിറ്റാകുന്നു എന്നത് മാത്രമല്ല, അതിൽ 3 ചിത്രങ്ങൾ 50 കോടി കടന്നിരിക്കുന്നു. ഫെബ്രുവരി 9-നാണ് ഗിരീഷ് എംഡിയുടെ സംവിധാനത്തിൽ നെസ്ലനും മമിതയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച പ്രേമലു റിലീസായത്. അതേ ദിവസം തന്നെയാണ് ടൊവിനോയുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായ അന്വേഷിപ്പിൻ കണ്ടെത്തും തിയേറ്ററുകളിൽ എത്തിയതും. ഒരു റോംകോം ചിത്രമായ പ്രേമലു മലയാളികളെ മാത്രമല്ല, അന്യഭാഷാ സിനിമാ പ്രേമികളെ കൂടി ആകർഷിച്ചിട്ടുണ്ട്. റിലീസ് ചെയ്തു 13-ാം ദിവസം തന്നെ ഈ ഒരു കൊച്ചു ചിത്രം 50 കോടി ക്ലബിൽ ഇടം പിടിച്ചു. അതേസമയം ഡാർവിൻ കുര്യാക്കോസിന്റെ ആദ്യ സംവിധാന സംരംഭമായ അന്വേഷിപ്പിൻ കണ്ടെത്തും നിരൂപക പ്രശംസ പിടിച്ചു പറ്റിയതോടൊപ്പം ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ചിത്രം ഇതുവരെ 40 കോടി കളക്ഷൻ നേടി എന്നതാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 15-ന് പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം ബ്രഹ്മയുഗമാകട്ടെ, പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങിയ ഹൊറർ ചിത്രം എന്ന നിലയിൽ ആദ്യം തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. മമ്മൂട്ടിക്കൊപ്പം അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും ഗംഭീര പ്രകടനം നടത്തിയ ഈ രാഹുൽ സദാശിവൻ ചിത്രത്തിന്റെ കളക്ഷൻ ഇതിനകം തന്നെ 50 കോടി കടന്നു കഴിഞ്ഞു. ഈ 3 ചിത്രങ്ങളും വിജയകരമായി പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഫെബ്രുവരി 22-ന് മഞ്ഞുമൽ ബോയ്സ് റിലീസാകുന്നത്. ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി ചിദംബരം എസ് പൊതുവാൾ സംവിധാനം ചെയ്ത ഈ സർവൈവർ ത്രില്ലർ 7 ദിവസങ്ങൾ കൊണ്ട് തന്നെ 50 കോടി കളക്ട് ചെയ്ത് മലയാള സിനിമാ മേഖലയിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ 4 ചിത്രങ്ങളും ഇപ്പോഴും വിജയകരമായി പ്രദർശനം തുടരുകയാണ്. ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞു പ്രദർശനം തുടരുന്ന പ്രേമലു 2024-ൽ ആദ്യമായി 100 കോടി ക്ലബിലെത്തുന്ന മലയാള ചിത്രമാകും എന്ന് നമുക്ക് ഉറപ്പിക്കാം. മലയാള സിനിമയിൽ വിരലിലെണ്ണാവുന്ന ഹിറ്റുകൾ മാത്രമുണ്ടായിരുന്ന കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കിയാൽ 4 വ്യത്യസ്തമായ ജോണറുകളിലെത്തിയ ഈ 4 ഹിറ്റ് സിനിമകൾ 2024 തുടക്കം മുതൽ തന്നെ വൻ പ്രതീക്ഷകളാണ് മലയാള സിനിമയ്ക്ക് നൽകുന്നത്. ഫെബ്രുവരി നിനക്ക് നന്ദി സിനിമാ പ്രേക്ഷകരെ തിരികെ തിയേറ്ററുകളിൽ എത്തിച്ചതിന്. നല്ല സിനിമകൾക്ക് ഇപ്പോഴും തിയേറ്ററുകളിൽ ഇടമുണ്ടെന്ന് തെളിയിച്ചത്.